പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15ാം നാൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് മുസാഫറാബാദ്, കോഡ്ലി, ബഹവൽപൂർ മേഖലകളിൽ. നീതി നടപ്പാക്കിയെന്ന ഇന്ത്യൻ സൈന്യം. അതിർത്തിയിൽ കനത്ത ജാഗ്രത. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത് ലാൽ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത് പാകിസ്ഥാൻ ഗുജറാത്തിലെ രാജ്കോട്ട്, ഭുജ് മേഖലകളിൽ ആക്രമണം നടത്തിയേക്കാം എന്നൊരു മുൻകരുതലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം എടുക്കുന്നത്. അവിടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഗുജറാത്ത് ആക്രമിക്കാൻ പാകിസ്ഥാന് എളുപ്പമാണ് കറാച്ചിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സ്റ്റേറ്റിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഇതുകൊണ്ട് തന്നെ രാജ്കോട്ട്, ഭുജ് തുടങ്ങിയ വിമാനത്താവളങ്ങൾ ഇപ്പോൾ വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ നിരോധിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഗുജറാത്തിലെ ജാംനഗർ, അതുപോലെ ഭുജ്, അതേപോലെ രാജ്കോട്ട്, ഈ 3 വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ എയർ ഇന്ത്യ അടക്കമുള്ള സ്വകാര്യ വിമാന കമ്പനികളോട് സർവീസ് നിർത്തിവെക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടത്. ഇതിന്റെ കാരണം പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് തീരങ്ങളിലായിരിക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് സ്ഥിരീകരമുണ്ട്. ഗുജറാത്തിലെ ഈ പ്രധാനപ്പെട്ട 3 വിമാനത്താവളങ്ങളും ഈ കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ, വാണിജ്യ ഫ്ലൈറ്റുകൾ, യാത്രക്കാർക്കുള്ള ഫ്ലൈറ്റുകൾ, ഇവക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എയർ ഇന്ത്യയും അതേപോലെ തന്നെ ഇന്ത്യയും നിലവിൽ ഈ സെക്ടറിലേക്കുള്ള ഈ 3 വിമാനത്താവളത്തിലുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള എല്ലാ വിദേശ വിമാന കമ്പനികളുടെയും ഫ്ലൈറ്റുകൾ റദ്ദാക്കിയോ വഴിതിരിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഖത്തർ എയർവേസ് അടുത്ത 48 മണിക്കൂറിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പാകിസ്ഥാനിലേക്കുള്ള റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഖത്തർ എയർവേസ് ഇപ്പം ട്വിറ്ററിലൂടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നിലവിൽ ഖത്തറിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്ന 3 ഫ്ലൈറ്റുകൾ അതേപോലെ തന്നെ തിരിച്ചുവിടാനും വഴിതിരിച്ചു വിടാനുമുള്ള ഒരു നിർദ്ദേശവും ഖത്തർ എയർവേസ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ വ്യോമ മേഖല സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇതിന് ന്യായീകരണമായി വെബ്സൈറ്റിൽ തന്നെ ഖത്തർ എയർലൈൻസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ലിജോ സൂചിപ്പിച്ച മാതിരി തന്നെ റഡാറിലൂടെ കണ്ണുവെട്ടിച്ച നടത്തിയ ഒരു പ്രത്യാക്രമണം, ഒരു ഭീകരത തകർക്കുന്ന ഒരു ആക്രമണം 9 സ്ഥലങ്ങളിൽ, അത് പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യോമ മേഖലയിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് 2 3 പിന്നെ സൗദി അറേബ്യൻ അടക്കമുള്ള വിമാന കമ്പനികൾ അന്ന് പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ അതിലൊന്നും യാതൊരുവിധ പോറലും ഏൽപ്പിക്കാതെ റെസ്ട്രിക്റ്റഡ് ആക്യുറേറ്റ് സ്ട്രൈക്ക് നടത്തിയത്. ഇതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വിദേശ വിമാന കമ്പനികൾ നടത്തിക്കൊണ്ട് ഖത്തർ എയർവേസ്, അതുപോലെ സൗദി എയർലൈൻസ്, കുവൈത്ത് എയർലൈൻസ് തുടങ്ങിയ വിമാന കമ്പനികൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിലെ സർവീസ് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ US അല്ലെ അമേരിക്കൻ, യൂറോപ്യൻ കമ്പനികൾ, വിമാന കമ്പനി കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാനിലെ സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും യാതൊരു അപകടവും പറ്റാതെ തന്നെ വേറെ ഒരു ആർമിക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ ഏതൊരു കെട്ടിടത്ത് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഭീകരരെ മാത്രം ആക്രമിച്ച ഒരു നാവിക ഒരു സൈന്യത്തിന്റെ സൂക്ഷ്മതയോടെയുള്ള ഒരു അക്രമത്തെ വളരെ 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 ഭീതിയോടെയാണ് പാകിസ്ഥാൻ കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള എല്ലാവിധ വിദേശ വിമാന കമ്പനികളും ഇപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള സർവീസ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ആവട്ടെ പാകിസ്ഥാന്റെ മിസൈൽ പരിധിയിലുള്ള 400 മീറ്റർ പരിധിയിലുള്ള പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങൾക്ക് ഒക്കെ കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, വാണിജ്യ ഫ്ലൈറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, യാത്രക്കാരുടെ ഫ്ലൈറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള മുൻകരുതൽ നടപടി എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നവരെ ഇത് തന്നെയാണ്. ഗുജറാത്തിലെ രാജ്കോട്ട്, അതേപോലെ ഭുജ്,
ഭുജ്, അതേപോലെ തന്നെയുള്ള പിന്നെ ഈ ഗുജറാത്തിലെ 3 വിമാനത്താവളങ്ങളിലുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയുന്ന കാര്യം, പാകിസ്ഥാൻ ഏത് സാഹചര്യത്ത് മുതിർന്നാലും അതിനെ തിരിച്ചടി നൽകാനുള്ള എല്ലാ മുൻകരുതലും ഇന്ത്യ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ നടത്തുന്ന പ്രകോപനം രാജസ്ഥാൻ മേഖലയിലേക്ക് തുടരും എന്നുള്ള ഒരു മുൻകരുതൽ ഇപ്പോൾ രാജസ്ഥാനിലെ ബിക്കാനേർ ഏരിയയിൽ അതിർത്തി പ്രദേശത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു.